റവന്യൂ ജില്ലാ കലോത്സവം ആസ്വദിക്കാൻ പ്രശസ്ത നടിയും കായംകുളം സ്വദേശിനിയുമായ രശ്മി അനിലെത്തി. വിവിധ വേദികളിലെ മത്സരങ്ങൾ രശ്മി വീക്ഷിച്ചു. കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ ഒന്നാം സമ്മാനം ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ലെന്നും കൂടുതൽ പരിശീലനം നേടിയും ആത്മവിശ്വാസത്തോടെയും തുടർ മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നും സമർപ്പണവും ആത്മവിശ്വാസവുമുള്ളവർക്ക് വിജയം സുനിശ്ചിതമാണെന്നും രശ്മി അനിൽ പറഞ്ഞു. കലോത്സവത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ പഴയ കാലത്തിലേക്കൊക്കെ പോകേണ്ടി വരും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ്. കലോത്സവ വേദികളിൽ നിന്നാണ് ഞാനും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയത്. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക. അതിൽ ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത് എനിക്ക് അത് തന്നെയാണ്. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക. അതിൽ നമുക്ക് പ്രൈസ് കിട്ടണം എന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ വലിയ പ്രൈസൊന്നും കിട്ടിയ ആളല്ല ഞാൻ. പക്ഷേ ഒരു മത്സരത്തിൽ ഞാൻ പിന്മാറിയിട്ടുമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ നിങ്ങൾക്കത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരിക്കൽ അത് ആൾ പടരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മത്സരത്തിൽ എന്തെങ്കിലും പോയിന്റൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കലാകാരനാണ് അല്ലെങ്കിൽ കലാകാരിയാകുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉദാഹരണം ഞാൻ തന്നെയാണ്. ഒരു പ്രൈസ് കിട്ടാതെ എത്തിയ ആളാണ്. എനിക്ക് പ്രൈസ് കിട്ടുന്നത് ഞാൻ പ്രിൻഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. MSN കോളേജിൽ പഠിക്കുമ്പോൾ സ്കിറ്റിനാണ് എനിക്ക് ആദ്യമായി പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും വർഷം അപ്പോൾ വന്ന വഴികളിലൊന്നും പ്രൈസ് നേടിയിട്ടില്ലെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്താനെങ്കിലും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും മത്സരിക്കുക. ദൈവം നിശ്ചയിക്കുന്ന പോലെ നമ്മൾ ആ വഴിക്ക് നമ്മൾ പോകും.